നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ കളി ആഴ്സണലും സ്പോർട്ടിംഗ് CPയും തമ്മിലാണല്ലോ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരം. അപ്പോൾ ഈ കളിക്ക് ഇറങ്ങുമ്പോൾ വിറ്റ് ഗ്യോക്കെറസിന് അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്, അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബ് അവിടെ വെച്ചാണ് അദ്ദേഹം സ്റ്റാറായി മാറിയത്. അവിടെ നിന്നാണ് അദ്ദേഹം ആഴ്സണലിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബിനെതിരെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില? ഇപ്പോൾ കോച്ച് മൈക്കൽ ആർട്ടിറ്റ കൃത്യമായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അത് പറഞ്ഞു. ഐ തിങ്ക് ഈസ് വെരി എക്സൈറ്റഡ്. വളരെ വളരെ എക്സൈറ്റഡ് ആണ് ഗ്യോക്കെറസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ സ്പോർട്ടിങ്ങിനെ കുറിച്ച് അവന് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് നന്ദി അവൻ ഈ ക്ലബിനോടുണ്ട്. അവൻ സംസാരിക്കുമ്പോഴൊക്കെ ക്ലബിനെക്കുറിച്ചും ഇവിടുത്തെ പ്ലെയേഴ്സിനെക്കുറിച്ചും സ്റ്റാഫിനെക്കുറിച്ചും ഈ ക്ലബിനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെക്കുറിച്ചും നല്ലത് മാത്രമേ അവൻ പറയാറുള്ളൂ. ആ എക്സ്പീരിയൻസ് അതങ്ങനെയാണ്. സ്പോർട്ടിങ്ങിലെ എക്സ്പീരിയൻസ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജേണിയിൽ സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹിസ് ജേണി. പിന്നെ അവനെ വെച്ച് ആഴ്സണൽ മുതലെടുക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതായത് തൻ്റെ മുൻ സഹതാരങ്ങൾ ഇപ്പോൾ സ്പോർട്ടിങ്ങിൽ കളിക്കുന്നു, ടീമിൻ്റെ ഡൈനാമിക്സും കാര്യങ്ങളും ഒക്കെ അറിയാം. ഗ്യോക്കെറസിന് അത് ഉപയോഗപ്പെടുത്തുമോ ചോദ്യം മൈക്കൽ ആർട്ടിറ്റയോടാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി, ഓഫ് കോഴ്സ് ഞാനത് ചെയ്തു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡൈനാമിക്സ് മനസ്സിലാക്കാനും അവരുടെ ടീമിൻ്റെ കൾച്ചർ മനസ്സിലാക്കാനും തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫോർമേഷൻസ് അവനിലൂടെ ഞാൻ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫേവറബിളായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും സ്പോർട്ടിങ്ങിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ റിമാർക്കബിളായിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് അവരുടെ റെക്കോർഡ് നോക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോം റെക്കോർഡ് ജസ്റ്റ് ഇൻക്രെഡിബിളാണ് എന്നുകൂടി മൈക്കൽ ആർട്ടിറ്റ പറയുന്നു. അപ്പോൾ മറുഭാഗത്തുള്ളവർക്കും ഗ്യോക്കെറസിൻ്റെ പഴയ ക്ലബിനോട് ഏറ്റുമുട്ടാനുള്ള വരവിനെക്കുറിച്ച് ചിലത് പറയാനുണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് മാക്സിമിലിയാനോ അറൗഹോ ഗ്യോക്കെറസ് വീണ്ടും എസ്റ്റാഡിയോ ഹോസെ ആൽവലൈഡിലേക്ക് വരുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ കാര്യത്തിൽ അവൻ ഇവിടം വിട്ട് ആഴ്സണലിലേക്ക് പോയ സമയത്ത് എല്ലാവരും ഹാപ്പി ആയിരുന്നു. കാരണം അവന് മറ്റൊരു ചലഞ്ച് ഏറ്റെടുത്ത് പോകുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഞാൻ വിചാരിക്കുന്നത് അവൻ വളരെ നല്ല കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്പോർട്ടിങ്ങിൽ നല്ല കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പോൾ ഈ വർഷം ആഴ്സണലിലും അതുപോലെ തന്നെ മികച്ച രൂപത്തിൽ അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗോളുകൾ അവൻ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന് വേൾഡ് കപ്പിലേക്ക് ദേശീയ ടീമിനോടൊപ്പം ക്വാളിഫിക്കേഷൻ നേടുകയും ചെയ്തു. ഐ വിഷ് ഹിം ഓൾ ദി ബെസ്റ്റ് എന്നാണ് മാക്സിമിലിയാനോ അറൗഹോ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.